ബിടെക് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ പാടിന് പഠിക്കുന്നില്ല എന്ന മൈൻഡിൽ തന്നെയാണ് പോയത്. ആ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ റീൽസ് കറങ്ങുന്ന ഒരു സംഭവമാണ് ഫ്രീ എഡ്യൂക്കേഷൻ. ഏതൊരു ബിടെക് സ്റ്റുഡൻറ്റിനെ പോലും ആഫ്റ്റർ സ്റ്റഡീസ് എന്താണ് അടുത്തതെന്നുള്ളൊരു സംഭവം ജോബ് കാര്യങ്ങളായിട്ട് പോകുമായിരുന്നു. പിന്നെ എപ്പോഴാണ് ഒരു മാസ്റ്റേഴ്സ് എടുക്കണം എന്നുള്ളൊരു പ്ലാനിലേക്ക് വന്ന എപ്പോഴാണ്? ജസ്റ്റിൻ പറഞ്ഞ പോലെ തന്നെ ബിടെക് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ പാടിന് പഠിക്കുന്നില്ല എന്ന മൈൻഡിൽ തന്നെയാണ് പോയത്. പിന്നെ ഒരു MS എടുക്കണം നമുക്ക് തോന്നിയത് നമ്മുടെ വർക്ക് കൾച്ചർ കൊണ്ട് തന്നെയാണ്. ഞാൻ എൻ്റെ കരിയർ മുതൽ സ്റ്റാർട്ട് ചെയ്ത് പ്രൊഡക്ഷനിലാണ്. ഓക്കെ. അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ലൈനിൽ ഇങ്ങോട്ട് വന്നൊരു സമയത്താണ് നമുക്കൊരു MS കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും, നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാൻ ബെറ്റർ ആയിരിക്കും, അത് പുറത്തുനിന്ന് എടുക്കാം എന്നൊരു ചിന്ത പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നത്. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടുകയും മറ്റുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഇടപെടാൻ നമ്മുടെ കരിയർ എന്ന് പോസിറ്റീവായിട്ട് മാത്രമേ ബാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് MS എടുക്കാൻ തീരുമാനിച്ചത്. ആ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ റീൽസ് കറങ്ങുന്ന ഒരു സംഭവമാണ് ഫ്രീ എഡ്യൂക്കേഷൻ. ആ ഫ്രീ എഡ്യൂക്കേഷനെ പറ്റി കൂടുതൽ അറിഞ്ഞതാണ് USൽ ബന്ധപ്പെട്ടു. അപ്പോൾ സ്ലോവാക്യനെ പറ്റി അവിടെ നമ്മൾ STU എന്ന യൂണിവേഴ്സിറ്റിയും അവിടെ ഫുള്ളി ഫണ്ട് സ്കോളർഷിപ്പ് ആണ് അറേഞ്ച് ചെയ്തത്. അങ്ങനെയാണ് MS എടുക്കാമെന്നൊരു ഡിസിഷനിലേക്ക് എത്തിയത്. ഓക്കെ. കോഴ്സ് ഏതാണ് എടുക്കാൻ പോകുന്നത്? ഏതാണ് STUവിൽ? എൻ്റെ കോഴ്സ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. മാനുഫാക്ചറിംഗ് സിസ്റ്റം ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് കോഴ്സിൻ്റെ പേര്.